കുറേ നാളായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്നൊരു കേക്കായിരുന്നു കേട്ടോ ഇത്. അവസാനം ചെയ്ത് വന്നപ്പോൾ ഈ ഒരു കോലമായിപ്പോയി. അപ്പോൾ അഖിലയായിരുന്നു കേട്ടോ കേക്കിന് എനിക്ക് ഓർഡർ തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരുടെ ആനിവേഴ്സറിക്ക് ഹസ്ബൻഡിന് സർപ്രൈസായിട്ട് കൊടുക്കാൻ വേണ്ടി തന്നൊരു ഓർഡർ ആയിരുന്നു കേട്ടോ ഇത്. അപ്പോൾ ആദ്യമേ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേച്ചി കുപ്പിയൊക്കെ വെച്ചിട്ട് ഒരു കേക്ക് ചെയ്ത് തരുമോയെന്ന്. അപ്പോൾ ആദ്യം എനിക്ക് ഓർഡർ എടുക്കാൻ പേടിയായിരുന്നു, കാര്യം ഞാനിത് ചെയ്തിട്ടില്ല. പക്ഷേ കുറേ റീൽസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് എനിക്കത് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ഈ കുപ്പി വാങ്ങാൻ പോകാനൊന്നും ഇവിടെ ആരും ഇല്ലായിരുന്നു. അപ്പോൾ ഏട്ടൻ നാട്ടിൽ വന്നതിന് ശേഷമാണ് ഞാൻ ഈ ഓർഡർ എടുത്തത് തന്നെ. എനിക്ക് ഏട്ടൻ കുപ്പി വാങ്ങിക്കൊണ്ട് വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ സമാധാനം മൊത്തത്തിൽ പോയി. കാര്യം ആ ഒരു കുപ്പിയും കേക്ക് തമ്മിൽ വലിയ മാച്ചും കാര്യങ്ങളൊന്നും ഇല്ല. കാര്യം കേക്ക് ചെറുതാണ്, കുപ്പി ഭയങ്കര വലുതാണ്. അപ്പോൾ അത് ഇതിലിരിക്കുമോ എന്നുള്ളൊരു കാര്യത്തിൽ സംശയം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ക്രീമൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ ഒപ്പിച്ചൊക്കെ വെക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ കേക്കിൻ്റെ ടോപ്പിലായിട്ട് നമുക്ക് ഐസ് ക്യൂബിൻ്റെ കൂട്ട് തോന്നാൻ വേണ്ടിയിട്ട് ജലാറ്റിനൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് ഐസ് ക്യൂബ്സൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് എനിക്ക് ഏറ്റവും വലിയ പണി തന്നത്. ആ ഒരു സംഭവം, അതും ചൂട് സമയമായിരുന്നു, പെട്ടെന്ന് അത് മെൽറ്റായി പോകുമെന്ന് എനിക്ക് വലിയ ഐഡിയ ഇല്ലായിരുന്നു. കാര്യം ഈ ഒരു സംഭവം ഞാൻ ആദ്യമായിട്ടായിരുന്നു ചെയ്യുന്നത്. അത് മെൽറ്റ് ആവാൻ തുടങ്ങി കുറച്ച് ടൈം കഴിഞ്ഞപ്പോഴത്തേന് തന്നെ. പിന്നീട് എന്ത് ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ എനിക്കില്ലായിരുന്നു. സംഭവം പാക്ക് ചെയ്തിട്ട് നമ്മൾ ഡെലിവറി ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോകുന്ന വഴിയിൽ ഞാൻ നമ്മുടെ കേക്ക് നോക്കിയപ്പോഴാണ് ഇത് പ്രശ്നമാകും എന്ന് തോന്നിയത്. അപ്പോൾ ഞാൻ പിന്നെ വേഗം തന്നെ അഖിലെ വിളിച്ചു. അപ്പോൾ ആള് ഭയങ്കര സപ്പോർട്ടായിരുന്നു. ചേച്ചി കുഴപ്പമില്ല, ചേച്ചിക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തോ, ഒരു പ്രശ്നവും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സപ്പോർട്ട്. അപ്പോൾ ആളുടെ ആ ഒരു സപ്പോർട്ട് ഇല്ലായിരുന്നെങ്കിൽ ഞാൻ സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഡൗൺ ആയി പോയേനെ. എന്നെ സംബന്ധിച്ചാണെങ്കിൽ ഞാൻ അഖിലോട് ഈ ഒരു കാര്യം പറയുമ്പോൾ അഖില ഭയങ്കര ദേഷ്യത്തിലായിരുന്നു എന്നോട് സംസാരിച്ചിരുന്നെങ്കിൽ പിന്നീട് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി പോനെ. പക്ഷേ ആൾ ഭയങ്കര കോൺഫിഡൻസിൽ, ഒരു കുഴപ്പമില്ല ചേച്ചി, കുറച്ച് ലേറ്റ് ആയാലും പ്രശ്നമില്ല, ചേച്ചി എങ്ങനെയാണെന്ന് വെച്ചാൽ ചേച്ചിയുടെ ഇഷ്ടം പോലെ കൊണ്ട് തന്നാൽ മതി എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ വേഗം നമ്മൾ വീട്ടിലേക്ക് വന്നിട്ട് മൊത്തം അതിൻ്റെ ടോപ്പിലിരുന്നത് ഫുള്ള് മാറ്റിയിട്ട് ക്രീമൊക്കെ വെച്ച് ആ ഒരു കുപ്പി ഡബിൾ സൈഡ് ടേപ്പൊക്കെ വെച്ചിട്ട് നമ്മൾ ആ ഒരു കുപ്പി അവിടെ ഉറപ്പിച്ച് വെച്ചു. പക്ഷേ അങ്ങനെ അങ്ങ് ഉറച്ചു എന്നും പറയാൻ പറ്റത്തില്ല, എങ്കിലും ഒരു ചെറിയ സപ്പോർട്ട് നമ്മൾ കൊടുത്തു. എന്നിട്ട് ഗോൾഡൻ ഫ്ലേക്സ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ആ ഒരു സംഭവം കവർ ചെയ്തു. എന്നിട്ട് ടോപ്പിൽ ആനിവേഴ്സറി അല്ലേ, അപ്പോൾ ആനിവേഴ്സറിയുടെയൊക്കെ രീതിയിൽ തോന്നാൻ പറ്റുന്ന രീതിയിൽ അതേപോലെ എന്തെങ്കിലുമൊക്കെ കുറച്ച് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ഡെക്കറേഷനെക്കാളും കുറച്ചും കൂടി എനിക്ക് ബെറ്ററായിട്ട് തോന്നിയത് സെക്കൻഡ് ഡെക്കറേഷൻ തന്നെയാണ്. എനിക്കവിടെ പണി തന്നത് നമ്മുടെ ഐസ് ക്യൂബ്സ് തന്നെ ആയിരുന്നു കേട്ടോ. അത് മെൽറ്റ് ആയില്ലായിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ല, നമുക്ക് കൊണ്ടു കൊടുക്കാമായിരുന്നു. പക്ഷേ അത് ചൂടായതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് മെൽറ്റ്, അങ്ങനെ നമ്മൾ കേക്കൊക്കെ വലിയ കുഴപ്പമില്ലാതെ ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അഖില ഏത് രീതിയിലായിരിക്കും കേക്ക് കണ്ടിട്ട് പ്രതികരിക്കുന്നത് എന്നായിരുന്നു കേട്ടോ. അങ്ങനെ അഖില എന്തായാലും കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് നല്ല അഭിപ്രായമായിരുന്നു പറഞ്ഞത്. അതും കൂടെ കേട്ടപ്പോഴത്തേന് എനിക്ക് ഭയങ്കര സമാധാനമായി, സന്തോഷമായി. അങ്ങനെ എന്തായാലും പിന്നീട് ഈ ഒരു കുപ്പിയുടെ ഓർഡറൊക്കെ ഒരുപാട് വന്നിട്ടുണ്ടെങ്കിലും ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല കേട്ടോ.